ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര മൈസൂരുവിലേക്കാണ്. വൃത്തി വട്ടപൂജ്യം, എന്നാൽ രുചി അപാരം, അങ്ങനെയുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ചേകാടിയിൽ നിന്നാണ്. ചായക്കടകൾ കൊണ്ട് പ്രസിദ്ധമായ ചേകാടിയിലെ കാപ്പിക്കടയിൽ നിന്നും കാപ്പിയും ഗ്രീൻ പീസ് വടയും കഴിച്ചാണ് നമ്മൾ യാത്ര തുടരുന്നത്. ചേകാടി, ബാവലി, ബൈരക്കുപ്പ, ഹാൻഡ് പോസ്റ്റ്, മൈസൂരു, ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്. ഓണക്കാലം അടുത്തതുകൊണ്ട് ബാവലി ചെക്ക് പോസ്റ്റിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നല്ല ചെക്കിംഗ് ആണ് നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബാവലി പാലവും കടന്ന് കർണാടകയിലെത്തി. വയനാട്ടിൽ നിന്നും കർണാടകയിലേക്ക് ഫോറസ്റ്റ് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ടോൾ കൊടുക്കൽ നിർബന്ധമാണ്. ചെറുവാഹനങ്ങൾക്ക് 20 രൂപയാണ് ഈടാക്കുന്നത്. ഇത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ടോൾ ഗേറ്റ് ആണ്. വയനാട്ടിൽ നിന്നും കുട്ട വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ മാത്രമേ ടോൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കി എല്ലാ റൂട്ടുകളിലും ഫോറസ്റ്റ് കടന്നു വേണം കർണാടകയിലേക്ക് കയറാൻ. കൃത്യമായി കർണാടക സർക്കാർ ടോൾ വാങ്ങുന്നുണ്ടെങ്കിലും റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് റോഡാണോ അതോ തോടാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് ഏതാണ്ട് മധ്യഭാഗത്ത് എത്തുമ്പോൾ റോഡിന്റെ അവസ്ഥ ഈ കാണുന്നതാണ്. ആവശ്യം നമ്മുടേതായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, യാത്ര തുടർന്നു. ഫോറസ്റ്റിനുള്ളിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പിന്നീട് കർണാടകയിലെ ഗ്രാമീണ കാഴ്ചകൾ ഓരോന്നായി കണ്ടു തുടങ്ങി. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ചിയാ സീഡ് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മെഷീൻ ഉപയോഗിച്ച് വിളവെടുത്ത ചിയാ സീഡ് ഉണക്കിയതിനു ശേഷം അതിൽ നിന്നും സീഡ് വേർതിരിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിൽ എവിടെയും ഇത്തരം ഐറ്റംസ് മുൻപ് കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ധാരാളമായി ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി നടക്കുന്നത്. കേരളത്തിലെ ന്യൂജൻ ജൻസി പിള്ളേരൊക്കെ ഇത്തരം കാഴ്ചകൾ കണ്ടു കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാർഷികോൽപ്പന്നങ്ങൾ പാറ്റി വൃത്തിയാക്കുന്നതൊക്കെ കാണാൻ ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ പോകണം. തീരെ കനം കുറഞ്ഞ തോലുകളാണ് ഈ ചിയാ സീഡിനുള്ളത്. കാറ്റിന്റെ വേഗതക്കനുസരിച്ച് തീരെ കനം കുറഞ്ഞ തോല് ഒരു ഭാഗത്തും കനം കൂടിയ വിത്ത് മറ്റൊരു ഭാഗത്തുമായി വേർതിരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇവരിത് വേർതിരിച്ചെടുക്കുന്നത്. മുറം ഉപയോഗിച്ച് പ്രത്യേക താളത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കുന്നത് കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു ഇത്. അരി, ഗോതമ്പ്, മുത്താറി തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാറ്റി വൃത്തിയാക്കുന്ന ജോലി കേരളത്തിലെ സ്ത്രീകളും ഒരു കാലത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു. പഴമക്കാർ ചെയ്ത പല ജോലികളും പുതിയ തലമുറയിലെ ആർക്കും തന്നെ ഇപ്പോൾ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കേരളത്തെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുമ്പോൾ കർണാടകയെ അവർ ഗുഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. കേരളത്തിൽ കർഷകർ വളരെ കുറവും കർണാടകയിൽ കർഷകരുടെ എണ്ണം വളരെ കൂടുതലും അതുപോലെ കാർഷികോൽപ്പന്നങ്ങൾ വളരെ അധികം ലഭിക്കുന്നതിനാലുമാണ് ഗുഡ്സ് ഓൺ കൺട്രി എന്ന് ആ നാട്ടിലുള്ളവർ വിളിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ വൈദ്യുതി കർണാടകയിൽ സൗജന്യമായതിനാൽ കർഷകർ ഇത് പ്രയോജനപ്പെടുത്തി ഒരു വർഷം തന്നെ 3-4 വിളകൾ കൃഷി ചെയ്ത് വിളവെടുക്കും. ഈ ഒരു ഭാഗത്ത് പ്രധാനമായും കണ്ടുവരുന്നത് ചെണ്ടുമല്ലി, പുകയില, ചിയാ സീഡ്, ഇഞ്ചി, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയാണ്. കബനി നദിയിലൂടെ കേരളത്തിൽ നിന്നും വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഇവിടെ വ്യാപകമായും മത്സ്യകൃഷിയും ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ കാർഷിക കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഹാൻഡ് പോസ്റ്റിലെത്തി. ഈ ഒരു അങ്ങാടിയിലേക്കാണ് ഹള്ളി പ്രദേശത്തിലുള്ള ആളുകളെല്ലാം ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തുക. ഇവിടെ രാവിലെ തന്നെ നല്ല കുഷ്ക കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പരിപ്പ് വടയും കൂട്ടി കുഷ്ക കഴിക്കാൻ നല്ല രുചിയാണ്. ചെറിയൊരു കടയാണ്. കയറുന്ന ഭാഗത്ത് തന്നെ എല്ലാവിധ കുക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണ സാധനം ഇവിടെ തീർന്നുപോയി. ഇനി നമുക്ക് മൈസൂരിലെ കബാബ് സെന്ററിൽ പോയി കഴിക്കാം. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വൃത്തി വട്ടപൂജ്യം, എന്നാൽ അപാരമായ രുചിയിൽ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന കട. ഇവിടെ ലഭിക്കുന്നത് നോൺ വെജ് വിഭവങ്ങളാണ്. ഇതിന്റെ പേര് ബിസ്മില്ല കബാബ് എന്നാണ്. പ്രധാനമായും കബാബ് ഐറ്റംസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. കൂടെ ദോശ, നൂൽപുട്ട് തുടങ്ങിയവയും ലഭിക്കും. യുവാക്കളാണ് അധികവും ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പാർസലും ഇവിടുന്ന് വിറ്റു പോകുന്നുണ്ട്. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ വിളമ്പുന്നത് ഇലയിലാണ്. ഇവിടുത്തെ വിഭവങ്ങളെല്ലാം രുചികരമാണ്. എന്നാൽ ഇവിടെ വിളമ്പുന്ന രീതി മലയാളികൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ന്യൂസ് പേപ്പറിൽ ഒരു പ്രത്യേകതരം ഇല വെച്ച് അതിന്റെ മുകളിലാണ് ഭക്ഷണ സാധനങ്ങളെല്ലാം വിളമ്പുന്നത്. ചെറുതായി കീറുള്ള ന്യൂസ് പേപ്പറിലും ഇലകളിലൊക്കെ അവർ ഭക്ഷണ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വൃത്തി കുറവാണെങ്കിലും ടേസ്റ്റ് ഉള്ളതിനാൽ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണം വിളമ്പുന്ന രീതിയിലും അതുപോലെ പാചകം ചെയ്യുന്ന രീതിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഇവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റും. മൈസൂരുവിലെ പ്രസിദ്ധമായ സെന്റ് ഫിലോമിനാസ് ചർച്ചിന്റെ തൊട്ടടുത്താണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു കടയുടെ മുൻവശത്തു നിന്ന് തന്നെയാണ് വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. കസ്റ്റമേഴ്സിൽ നിന്നും മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതിനാലാണ് ഈ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്.
കർണാടകയിൽ ഗോവധ നിരോധനം നിലവിൽ വന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് എല്ലാ സ്ഥലങ്ങളിലും ബാധകമല്ല. മൈസൂരുവിൽ ബീഫ് വിഭവങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ മലയാളികളാണ് ഏറ്റവും രുചിയിൽ ബീഫ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് തെറ്റായ ധാരണയാണ്. മൈസൂരുവിലെ കടകളിൽ ലഭിക്കുന്ന ബീഫ് ചട്പട്ട്, ബീഫ് കബാബ് വളരെ രുചികരമാണ്. ಕೋಳಿ ಪಾಯಸ್ ಕೋಳಿ ಪಾಯಸ್ ಹೋಟೆಲ್ ಓನರ್ ಕೋಳಿ ಪಾಯಸ್ ಹೋಟೆಲ್ ಓನರ್ ಕೋಳಿ ಪಾಯಸ್. ഈ ഒരു സ്ഥാപനത്തിന് തൊട്ടടുത്ത് തന്നെയാണ് മീന ബസാർ. അതായത് മൈസൂരുവിൽ ഏറ്റവും കൂടുതൽ വസ്ത്ര വ്യാപാരവും അതുപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ വിൽപ്പന നടക്കുന്ന സ്ഥലമാണ് ഈ മീന ബസാർ. ഇനി നമുക്ക് മീന ബസാറിലെ രാത്രികാല ഷോപ്പിംഗ് കാണാം. സ്ത്രീകളും കുട്ടികളുമായി ഒരുപാട് ആളുകൾ ഈ ഒരു ബസാറിലേക്ക് രാത്രികാലങ്ങളിൽ എത്തുന്നുണ്ട്. ഡ്രസ് മെറ്റീരിയൽസ്, ഫാൻസി ഷൂസ് തുടങ്ങി ഒരുപാട് സാധനങ്ങളുടെ വ്യാപാരം നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഒരു കാലത്ത് വയനാട്ടിലെ വസ്ത്ര വ്യാപാരികളും ഫാൻസി കട ഉടമകളും ബൾക്ക് പർച്ചേസിനായി മൈസൂരുവിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വയനാട്ടിലേക്ക് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. എന്നാലും പലചരക്ക് വിഭവങ്ങൾ ധാരാളമായി ഇപ്പോഴും മൈസൂരുവിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. പലചരക്ക് സാധനങ്ങളുടെ ഡയറക്റ്റ് പർച്ചേസിംഗ് ഇനിയും വയനാട്ടിലുള്ള കച്ചവടക്കാർ തുടങ്ങിയിട്ടില്ല. ഇതുകാരണം വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഭക്ഷണ സാധനങ്ങൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്നുണ്ട്. കടവില് അതെ ഇത് ദൂരം കൂടുന്നതിനനുസരിച്ച് തിരക്കും കൂടും.